ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. ടെക്നോളജിക്കൽ ഇറയാണല്ലോ, ഇനി ഈ സബ്ജക്റ്റുകൾ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്താണ്. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ, അതിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കോഴ്സസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഏത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ ഗ്രാജുവേഷൻ ചെയ്തൊരു കുട്ടിക്കും അല്ലെങ്കിൽ ബേസിക് സയൻസിൽ ഗ്രാജുവേഷൻ ചെയ്തൊരു കുട്ടിക്കും MSc ഇൻ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്ത് മുന്നോട്ട് പഠിക്കാവുന്നതാണ്. ഈ MSc ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ആർട്ടും ഹിസ്റ്ററിയും കൾച്ചറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡേറ്റ അനലറ്റിക്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്. അവിടെ 3D മോഡലിംഗ്, അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ 3D മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് ഈ ടെക്നോളജിക്കൽ ഇവയിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്യാമെന്നും ഇതെങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാമെന്നും ഒക്കെ ഈ പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പല പാരൻസും അല്ലെങ്കിൽ കുട്ടികളും ചോദിക്കും, അത് എവിടെയാണ് പഠിക്കാൻ പറ്റുക, ഇതൊക്കെ പുറത്ത് പഠിക്കണമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം ആണോ, അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര പോപ്പുലർ അല്ല പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തു പോകുന്നത്. ഒരു ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ അങ്ങനെയുള്ള ഒരു കോഴ്സ് ഉണ്ടെന്ന് തന്നെ അറിയാവുള്ളൂ. അപ്പോൾ എവിടെ പഠിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരവാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ കുട്ടികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? IIT പഠിക്കണം അല്ലേ? IIT കേൾക്കുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗിനാണോ പഠിക്കുന്നത് എന്ന് ചോദിക്കും. ഈ IITക്ക് ഹ്യൂമാനിറ്റീസ് വിങ് ഉണ്ട് എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഈ പറയുന്ന MSc ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന പ്രോഗ്രാം IIT ജോധ്പൂറിലുണ്ട്. ഗ്രാജുവേഷൻ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി ഇതിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എവിടെ പഠിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് IITയിൽ തന്നെ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാം. അപ്പോൾ ടെക്നോളജിക്കൽ ഇറയിൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് ഇനി മുന്നോട്ട് സാധ്യതയുണ്ടോ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. IIT ജോധ്പൂരിന്റെ വെബ്സൈറ്റിൽ ഈ പറയുന്ന ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു ഹ്യൂമാനിറ്റീസിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ ബുദ്ധിമുട്ടാണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്, പക്ഷെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു വഴികാട്ടി എന്ന് പറയുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്, ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്.